ഖബറില് പലകയിടും മുമ്പ് മുക്രി വിളിച്ച് ചോദിച്ച് ഇനി ആരെങ്കിലും കാണാനുണ്ടോന്ന്. ദൂരെ നിന്നു അപ്പോൾ ഒരുത്തൻ ഓടിക്കിതച്ച് വന്നു. അവനെ എല്ലാവരും രൂക്ഷമായി നോക്കി. ഇതുവരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണല്ലോ എന്ന് അവരുടെ ഹൃദയങ്ങൾ മന്ത്രിച്ചു. ഒറ്റത്തവണ അവന് മുഖം കാട്ടിക്കൊടുത്തു. അവർ ഖബർ മണ്ണിട്ട് മൂടി. എല്ലാവരും തിരിച്ചുപോയി. ദിവസങ്ങളും കടന്നുപോയി. ഒരു വെള്ളിയാഴ്ച ദിവസം ഏക്കറുകൾ നീണ്ടു കിടക്കുന്ന നിറച്ചു വലിയ മരങ്ങളുള്ള ആ തിങ്ങിയ പള്ളിക്കാട്ടിലേക്ക് അവളുടെ ഉപ്പയും അമ്മാവന്മാരും നടന്നു കയറി. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അവര് നിറം മാറിയിട്ടില്ലാത്ത ഖബറിന് ചാരിയെത്തുമ്പോൾ അന്ന് കണ്ട പയ്യനെ അതേ വേഷത്തിൽ അവിടെ കണ്ടു. തൊട്ടടുത്ത ഖബറിന് ചാരിയുള്ള തേക്ക് മരത്തില് ചാരി തളർന്നിരിക്കുകയാണ് അവൻ. ദൂരെ എവിടെ നിന്നോ യാത്ര ചെയ്തു വന്ന ആളാണ്. അന്ന് ഖബറടക്കിയ ശേഷം ഈ സമയം വരെയും തിരികെ പോയിട്ടില്ല. അവിടെയുള്ള ആരോ പറഞ്ഞു. അവളുടെ വാപ്പ ദുആ ചെയ്ത ശേഷം മെല്ലെ അവന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവന്റെ കണ്ണുകൾ മറ്റൊരു നിറത്തെ സ്വീകരിച്ചിരുന്നു എന്നത് അയാളെ കൂടുതൽ വേദനയിലാഴ്ത്തി. തന്റെ മകൾ ഈ പയ്യന് അത്രമേൽ പ്രിയപ്പെട്ട ആരോ ആണെന്ന് അയാൾക്ക് മനസ്സിലായി. പാത്തുവിന്റെ ഫ്രണ്ടാണോ മോനെ? അത് ചോദിക്കുമ്പോൾ അയാളുടെ ഹൃദയം മിന്നി. ശബ്ദമിടറി. അവൻ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. വീണ്ടും എന്തൊക്കെയോ ചോദിക്കാൻ തോന്നിയെങ്കിലും അയാളുടെ ഹൃദയം പൊട്ടുന്നത് പോലെ അനുഭവപ്പെട്ടു. വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അയാളുടെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ തുള്ളിപ്പെയ്തുകൊണ്ടേയിരുന്നു. അതിനു മുമ്പ് ഒരിക്കൽ പോലും സ്വന്തം മകളുടെ ഫോൺ മേടിച്ചു നോക്കിയിട്ടില്ലാത്ത അയാൾ അന്ന് ഫോൺ എടുത്ത് വെറുതെ ഒന്ന് പരിശോധിച്ചു. അതിൽ ഇന്റേത് എന്ന അർത്ഥം വരുന്നൊരു ഇംഗ്ലീഷ് വാക്ക് സേവ് ചെയ്തിരുന്ന നമ്പറിൽ അയാൾ കോൾ ചെയ്തു. ഉടൻ ഫോണിന്റെ സ്ക്രീനിൽ പള്ളിക്കാട്ടിൽ തളർന്നിരിക്കുന്ന അതേ ചെക്കൻ്റെ ചിരിക്കുന്ന ചിത്രം തെളിഞ്ഞു വന്നു. സംശയങ്ങൾ തീർന്നപ്പോൾ അയാൾ പള്ളിക്കാട്ടിലേക്ക് വേഗത്തിലോടി. പള്ളിക്കാട്ടിലേക്ക് എത്തുമ്പോൾ പക്ഷേ അവിടം ശൂന്യമായിരുന്നു. അത്ര ദിവസം വെയിലും മഴയും കൊണ്ട് കൂരിരുട്ടിൽ തനിയെ ഇരുന്ന് അങ്ങനെ ഓരോന്നായി ചിന്തിച്ചപ്പോൾ അയാളുടെ ഹൃദയം അവനെ കാണാൻ വെമ്പൽ കൊണ്ടു. പക്ഷേ കാര്യമില്ലല്ലോ. 2 തവണ കണ്ടതല്ലാതെ അറിവൊന്നുമില്ല. വീട്ടിലെത്തി ഫോൺ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ ഓഫുമാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് പള്ളിക്കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ വന്ന് അയാളെ ആ കാര്യം അറിയിച്ചത്. അസർ വൈകുന്നേര ബാങ്ക് വിളിക്കാൻ വന്ന മുക്രിയാണത്രേ ആദ്യം കണ്ടത്. പള്ളിയുടെ ഹൗലുംകരയിൽ മുസ്ലിങ്ങൾ അംഗശുദ്ധി വരുത്തുന്ന ചെറിയൊരു കുളം. അവിടെ ഒരു ചെക്കൻ മരിച്ചു കിടക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ഈ നാട്ടുകാരനല്ലാന്ന്. നാട്ടുകാരെല്ലാവരും പള്ളിയിലേക്ക് നടന്നും ഓടിയും ചെല്ലുന്നുണ്ട്. ദൂരെ നിന്ന് ആ കടുനീല നിറമുള്ള ഷർട്ട് കണ്ടപ്പോൾ തന്നെ പാത്തുവിന്റെ വാപ്പ നെഞ്ചിൽ കൈയമർത്തി. പള്ളിയുടെ പടയിൽ ഒന്ന് തളർന്നിരുന്നു. മോളെ പാത്തു, എവിടുന്ന് കിട്ടിയടി നിനക്ക് ഇങ്ങനെ ഒരുത്തനെ? അയാളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. കണ്ണുകൾ നിർത്താതെ ഒഴുകി.